നിന്നോട് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടാ. പോണ ലീവിന് നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എപ്പോ കൂടെ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞു. എത്ര ബന്ധുക്കളുണ്ട്? വെക്കേഷൻ ആയിട്ട് ഇവിടെ വന്നത് എന്തുകൊണ്ട്? ഞങ്ങളോടൊരു ഇഷ്ടം കൊണ്ട്. അത് മാത്രമല്ല, അങ്കിളി വനത്തെ ഒറ്റയ്ക്ക് താമസിന്. നമ്മളെ കുടുംബത്തിന്റെ ധൈര്യമാണോ അങ്കിൾ? ധൈര്യമൊക്കെ എനിക്കുണ്ട് കേട്ടാ. ഞാൻ വ്യായാമത്തിൽ പോയി ഇതിനേക്കാളും ആ സമയത്താണ്ട് ഓണലീവൊക്കെ കൊടുത്തത്. ദൈവമേ, അയ്യോ പയ്യ. എങ്ങനെയെങ്കിലും അങ്കിളിനെ അടിച്ച് വീട്ടിട്ടാൽ ഞാൻ വീട്ടിരിക്കും. നീ വീട്ടിൽ പോണേന് വല്ലതും വേണോ? നിന്നെ ഞാൻ കൊണ്ടാക്കാം. ബസ്സിനുള്ള പൈസ ഒന്നും വേണ്ട. ഞാൻ കുറച്ചല്ല കൂടുതലായാലും പയ്യ. എനിക്കിത് പറ്റൂല. ഞാൻ ചാവാറ. എനിക്ക് പറ്റൂല. നീ പോ, നീ വീട്ടിൽ പോ. വീട്ടിൽ പോ. ഇതെന്താണ് ഓടുന്നത്? എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഇടപെടേണ്ടി വരും. അങ്ങനെ എനിക്ക് ഇനി വയ്യോടെ ഞാൻ നിർത്തി. തവണ നിന്റെ മുമ്പ് കീഴടങ്ങുന്നേക്കാളും ഈ ആറ്റി ചാടി ചാവറാണ് എനിക്ക് നല്ലത്. ശരി, പിന്നെ കാണാം. അങ്ങളെ ചാടലങ്ങളെ ചാടലങ്ങളെ. നമുക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞില്ലേ? എന്നോന്ന് പറയാറ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ കാര്യം പറയട്ടെ. ഈ കാര്യം കേട്ടിട്ട് ഞാൻ ചാടോ വേണ്ടേന്ന് പിന്നെ തീരുമാനിക്കും. നിങ്ങളെ വേറെ ഒന്നുമില്ല. ഇച്ചിരി ബ്ലഡിനാണ് ഇത്ര ഓട്ടിച്ചത്. അതിനാണ് ഇത്ര എല്ലാരും അറിയിച്ചത്. എടാ ഇത്രേ ഉള്ളൂ. ഓടിയതിന്റെ ഇത്രേ ഉള്ളൂ. സംഭവം ഇത്രേ ഉള്ളൂ. ഇത് ഇന്നും ഇന്നലെയല്ല തുടങ്ങിയത്. എവിടെ ലാബ് ടെക്നീഷ്യനാണ് പഠിക്കുന്നത്. പഠിക്കാൻ എന്ന് തുടങ്ങി അന്ന് മുതൽ ഇതാ ഇത് നോക്ക്. എന്റെ കയ്യിൽ നീ കുത്താ സ്ഥലമില്ല. ഇത് കണ്ട് ഞാൻ പേടിച്ചോടണോ നിക്കണോ? നീ പറ. ഇനി സൂച്ച ഒരു ചോരയും. ഇത്രേ ഉള്ളൂടെ. ഇങ്ങോട്ട് വാ, മോളും വാ. ഞാൻ ഒരു കാര്യം പറയാം. പഠിക്കുന്ന പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ പ്രോത്സാഹിപ്പിക്കണം? എന്നെ മോളിഞ്ഞു വാ. എന്റെ കയ്യിൽ നിന്ന് 1-2 ലിറ്റർ ബ്ലഡ് എടുത്തോ. പിന്നെ ഈട് അവന്റെ ആഗ്രഹം നടക്കട്ടെ. എടുത്തോ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. അയ്യോ എന്റെ പൊന്നു മക്കളെ, ഞാൻ പോലെ എന്ന് വിചാരിച്ചാ മറ്റവൻ യവന് ചോര കണ്ട പേടി എന്നാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. യവ ഇവിടെ കിടക്കട്ടെ. നാട്ടുകാരും വല്ല നിൽക്കുക. മക്കൾ ഓടിക്കോ ഓടിക്കോ.